കിടപ്പുവാ ജോമസ് അല്ലേ? കിടപ്പുവാ. ഫുഡ് ഫെസ്റ്റ് എവിടെ? നാഗമ്പടം, കോട്ടയം. കോട്ടയം. ഇത്തവണ കൊച്ചിയിലെ അൽത്താസക്കാരുണ്ട്. നല്ലൊരു ബിരിയാണി കഴിക്കാം. പിന്നെ സ്പെഷ്യൽ കഴിക്കാത്ത ഫുഡൊക്കെ കഴിക്കാം. നല്ല ബിരിയാണി മടിയായിട്ട് ഇതിൽ ഇറങ്ങിയില്ല. ചെറിയ വഴി കൂടെ ഇറങ്ങി കഴിക്കാത്ത ഫുഡ് കഴിക്കും. നല്ല ബിരിയാണി ബിരിയാണിയൊക്കെ എപ്പോഴും കഴിക്കുന്നത് സ്പെഷ്യൽ സാധനം. പിന്നെ എന്നോട് അതും ഇതും പറയരുത്. എനിക്കറിയത്തില്ല, അമ്മയല്ലേ പറഞ്ഞു. അമ്മയല്ലേ ഈ നാട്ടുകാരി. ഞാൻ കണ്ടില്ല. പിന്നെ സ്റ്റാൻഡിലോട്ട് നടക്ക്. ബസ് സ്റ്റാൻഡ് അവിടെ. പിന്നെ നടക്ക് നടക്ക്. സ്റ്റെപ്പ് കയറാൻ മേല. സ്റ്റെപ്പ്. എനിക്കൊക്കെ ഡെയിലി എക്സസൈസ്. എന്നും ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ മൊത്തം പെയിന്റിന്റെ സാധനം. പെയിന്റ് ഞങ്ങള് ബസ്സേ പോകാൻ പോവാ. നമ്മളിപ്പോൾ എവിടെ എത്തി? നാഗമ്പടം ബസ് സ്റ്റാൻഡ്. ടിക്കറ്റ് അപ്പുറത്താണ്. നാഗമ്പടം ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റാണ്. ചേട്ടൻ ചിരിക്കും. ചേട്ടനെ പിടിച്ചേ. ആ ചേട്ടൻ ചിരിക്കുന്നതാ. ടിക്കറ്റ് അപ്പുറത്താണ്. ഫിസിക്സ് മടുപ്പായിരുന്നു, അറിയാലോ. എല്ലാരും വാ. എന്താണ് എവിടെ ചെന്നാലും എന്നെ ലൈഫാനി പിള്ളേർ. ഈയിടെ വന്നപോലെ ഫുഡ് ഫെസ്റ്റിവലിന് ലുലുമാളി വെച്ച് അല്ല, അത് കഴിഞ്ഞ് അതിന് മുമ്പ് വന്നപ്പോൾ നിന്റെ ജാനിച്ചേട്ടനെ അത് ഫ്ലവർ ഷോയിലാണ്. അത് ഈ സൈഡിലായിരുന്നു. ഫ്ലവർ ഷോ ആയിരുന്നു. അവിടെ നിൽക്കുമായിരുന്നു. ആ, അത് ഫ്ലവർ ഷോ. അല്ലേ? യെസ്. അവിടെ പോയി നിൽക്കേ. അവിടെ പോയി നിൽക്കാൻ. വാ, നടന്നോ. നീ നടക്ക. അതിടണേ. ആകാശം. ഇവിടെ ബുദ്ധി എല്ലാ വീഡിയോയും കാണുന്നത്. ഇതിന്റെ യൂട്യൂബിലുണ്ടെന്ന് പറയണ്ട. ഫസ്റ്റ് യൂട്യൂബിന്റെ വരുമാനം വരുമ്പോ നിനക്ക് ചെലവുണ്ടോ? കേട്ടല്ലോ, എല്ലാരും കേട്ടല്ലോ. നമുക്ക് അവിടെ സ്റ്റേജിൽ തന്നെ അനൗൺസ് ചെയ്യാം. സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഗൈസ്. കപ്പ 60, അപ്പം 15, പൊറോട്ട 20, ചെമ്മീൻ 350.
വരാ കറങ്ങട്ടെ. Barbecue pork ribs, pork roasted. നിങ്ങൾ മെയിൻ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. സ്റ്റോർ ഓർഡേഴ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആൻഡ് പാസ് മെയിൻ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഇത് നമുക്ക് കഴിക്കണം. ഏത് സമൂസയോ വെജാണോ? ആണോ? ഇതെടുക്കുമോ? ഇതെടുക്കാമോ? പാനിപ്പൂരിയാണോ? ആ, പാനിപ്പൂരി. എടുക്കുന്ന എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നോ? അത് മുക്കിയാണ്, ഒഴിക്കുമല്ലേ? ഒഴിക്കുക. കുറച്ച് മതിയേ, കുറച്ച് മതി, താഴെ കളയാതെ. നമുക്കിവിടെ ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് ഫുഡ് കഴിക്കുമെന്നുള്ളത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമായിരിക്കും അല്ലേ? അപ്പോൾ ഞാനൊരു സ്വീറ്റിനെ കുറിച്ച് പറയാം. നമുക്ക് ഒരു ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സ്വീറ്റ് തന്നെയാണ് തിരാമിസു. സോ തിരാമിസു അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോൾ നമ്മുടെ കൂടെയുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് നവ്യ. നവ്യ പിന്നെ ഈ പറഞ്ഞ പോലെ കാര്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മുടെ സ്വന്തം നവ്യ ലക്ഷ്യം. അപ്പോൾ നവ്യയിൽ ചെന്നിട്ട് അവരുടെ സ്പെഷ്യൽ തിരാമിസു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തിരാമിസു മാത്രമല്ല ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഡെസേർട്സ്. പക്ഷെ അത് നടക്കുന്നത് തിരാമിസു കാര്യമാർക്കാട്ടോ. അപ്പോൾ സ്റ്റോൾ നെയിം ഈസ് നവ്യ. So intimate weddings ആണെങ്കിലും big weddings ആണെങ്കിലും സമൂസ വേണേ, സമൂസ. വെൻഡേഴ്സ് ഫീസ് നോട്ട്. നിങ്ങളുടെ വെഹിക്കിളിന് ആവശ്യമായിട്ടുള്ള സ്റ്റിക്കർ അല്ലെങ്കിൽ പാസ് മെയിൻ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. കുഞ്ഞു എൻ്റെ ഈ ഫോൺ തന്നു, ഞാനത് തിരിച്ച് അങ്ങോട്ട് പിടിച്ചു, അത്രേ ഉള്ളൂ. അല്ല അതിലൊന്നും ഞാൻ തൊട്ടില്ല. അൽത്താസ കൊച്ചിന്നുള്ള കടയാണ്. അൽത്താസ
ये ड्यूरोफ्लेक्स पोस्टर परफेक्ट मैट्रेस है बैक बिल्कुल सीधा हो जाएगा ड्यूरोफ्लेक्स നോർമൽ പരീക്ഷ കഴിഞ്ഞിട്ടാണോ? എൻ്റെ പൊന്നമ്മേ. rotate and recline. Duraflex comfort solutions tested by relationships. അപ്പ ഇത് ബീഫ് അല്ലേ? ബീഫ് കറി, ഇത് ചിക്കൻ, കാന്താരി ചിക്കൻ. ഏത് മീനാ? വറുത്തരച്ച കോഴിക്കറി, പാൽക്കപ്പ, അവിടെ പിടിയും താറാവും. വേണ്ട പൊട്ടോ അവിടെ അതൊന്ന് ഓപ്പൺ ചെയ്യോ? പിടി അറിയോ? കഴിച്ചിട്ടില്ലല്ലോ. ആയിരിക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. കോട്ടയത്തില്ല ഏത്? Big weddings ആണെങ്കിലും or any other functions വെറുതെ ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാവുന്ന beautiful Kerala heritage bag right in the middle with perfect places habituated for. കോഴിക്കോട് സ്പെഷ്യൽ ബിരിയാണി ഞാൻ പറഞ്ഞില്ലേ? എന്തായാലും കാണിച്ച് കഴിഞ്ഞാൽ കടയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നാലോ ഇച്ചിരി കൂടെ ഈ ജ്യൂസി ആയിരിക്കണം. എന്താ വെച്ചാൽ ആ ജ്യൂസി ഇച്ചിരി കൂടെ നനഞ്ഞിരിക്കണം. നല്ല എന്ത് നല്ല ചൂടില്ല. പറക്കി വെച്ചിട്ടുണ്ട് പൊട്ടിച്ചത് 4:30. അരി ഞാൻ കഴിച്ചിട്ടില്ല. ഇതൊരെണ്ണം തരാം. കാണിച്ചേ. എൻ്റെ പേര് എന്നാ? ഉന്നക്കായ്. 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 ഉന്നക്കായ് കോഴിക്കോടനല്ലേ? ഒരെണ്ണം മതി ഒരെണ്ണം. ഫിഷും കൂടി ഒന്ന് മതി. ഞാൻ ആദ്യമായിട്ട് കഴിക്കുക. യൂട്യൂബേഴ്സ് പറയുന്ന കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ. ചൂടാണോ? കഴിച്ചു നോക്കട്ടെ. ഇതിനകത്ത് എന്തോ? കോഴിമുട്ട തേങ്ങ അണ്ടിപ്പരിപ്പ്, കോഴിമുട്ട എങ്ങനെ വെക്കും? കോഴിമുട്ട ഉണ്ടാക്കിയിട്ട് ആ, തേങ്ങ സ്പെഷ്യലി കോഴിക്കോട് ബിരിയാണി സൂപ്പറാട്ടോ. ഒന്ന് കഴിച്ചു നോക്കിയേ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യേ. ഉന്നക്ക ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. മധുരമാണോ? ആ, സൂപ്പറല്ലേ? അങ്ങനെ ഇത് കാണിക്കണം. ഇങ്ങനെ അല്ലേ? ശരിയെടുക്കാൻ പറഞ്ഞോ. എല്ലാം നാളെ കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് തിരിച്ചോ. അതല്ല ഏറ്റവും ബെസ്റ്റ്. അതെന്തോ സാധനം? ടെസ്റ്റ് ഇതോ? ലാറ്റിൻ അമേരിക്കൻ
ക്രീമാണത്. Restrictions എന്ന് പറയും. സൂപ്പറാ. നന്നായിണ്ടാവും. ഈ വെള്ളം കിടക്കണോണ്ട് വേറെ സാധനങ്ങൾ എല്ലാം കാണിച്ചാൽ നാളെ വരില്ല, പോവില്ല. അത് വേണം ഞങ്ങൾ വരുന്നേ. ഡിസ്പ്ലേ ഇല്ല. ഫിഷൊക്കെ എങ്ങനെയാ റേറ്റ്? ഇത് വരുമ്പോൾ 600, 250, 600. പാൽക്കപ്പ ആ ഇവിടെ ഉണ്ടല്ലേ 120, ചെണ്ടക്കപ്പ. അത് 460. കപ്പ ബിരിയാണി ഇതിന്റെ എത്ര റേറ്റ്? കപ്പ ബിരിയാണി 120. 20 രൂപ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടോ? അതെ. 2 പേർക്ക് കഴിക്കാം. ചെറിയ അതോ അത് ബീഫ് കറി. ഞങ്ങൾ പോയിട്ടുണ്ട്. ഫോട്ടോ എല്ലാം ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. ആ ഇവിടെ പിടിയുണ്ടല്ലേ? പിടിയുണ്ട്. പിടി കോഴിക്കറി. കപ്പ, പിടിയും പിന്നെന്താ? പിടിയും കോഴി. എന്തിയ കോഴിക്കറി? കോഴി കഴുകാൻ പോകുന്നോളൂ. പിടിയുണ്ടല്ലോ അല്ലേ? പിടി എങ്ങനെയാ റേറ്റ്? അല്ല പിടിയും കോഴി 250. കോഴിയും കൂടെ ആയില്ല. പിടി തന്നെ കിട്ടത്തില്ല. കോഴി കഴിയുന്നേ ഉള്ളൂ. ഫുഡ് എടുക്കണേ. അതിൻ്റെ കൂടെ പാൽക്കപ്പ അല്ലേ? ഫുഡും ഒക്കെ അതിൻ്റെ കൂടെ കഴിച്ചാൽ മതി. ഞങ്ങളെല്ലാം വാങ്ങിച്ചു കേട്ടോ. പിടി, കോഴി, അല്ല താറാവ് കറി. ആ കുടിക്കാൻ പിന്നെ മിനറൽ വാട്ടർ മതി. അതില്ല. പിടി, താറാവ് കറി, ഇത് ബീഫ് കറിയും പിന്നെന്തുമായിരുന്നു കപ്പ ബിരിയാണി പേരൻസിനല്ലേ. പിന്നെ ഇത് പുട്ട് കാണിക്കാവേ. ഇത് അവർക്കല്ലേ. ഇത് കണ്ടോ പുട്ട്. ഇത് രണ്ടിനൂടെ 30 രൂപ. ശരിക്കും ആണോ? പിന്നെ ഇത് ബൺ പൊറോട്ട 2 എണ്ണം 60 രൂപ, ഒരെണ്ണം 30 രൂപ. ഇത്രയും എൻ്റെ പേരൻസിനാണ്. ഇത്രയും കൊതുവുണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ഇതാ കഴിക്കാൻ പോകുന്നേ. എന്തിനാ വന്നേ? ഞങ്ങളിതാ ബീഫ് കറിയും പുട്ടും പിടിയും ഡക്കും ഇത്ര ഞങ്ങൾ മേടിച്ചത് ഞങ്ങൾക്ക് കഴിക്കാൻ. എനിക്കും 6 എണ്ണം കഴിക്കാൻ. ഇത് 150 റുപ്പീസ്. ഇതിന് രണ്ടിനൂടെ 250 കാണാമോ? പിന്നെ ഈ പുട്ടിന് രണ്ടിനൂടെ 30 രൂപ. ഇത് ഞങ്ങൾ കഴിക്കാൻ പോവാം. പുട്ടല്ലേ? കാണിക്കണേ.
പിടി തന്നെ കഴിച്ചു നോക്കട്ടെ. നല്ലതായിട്ട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. താറാവ് ഞാൻ വെച്ചാലേ എനിക്കിഷ്ടമുള്ളൂ. എൻ്റെ റെസിപ്പി അല്ല താറാവ്, ഞാൻ നല്ലതായിട്ട് വെക്കും. ഇത് കാണാൻ നല്ല രസമാണ്, പക്ഷേ ഇച്ചിരി കൂടെ എനിക്ക് നല്ല ടേസ്റ്റാണ് എൻ്റെ താറാവ് കറി. നല്ല കുഴപ്പമില്ല. കഴിക്കും. നമുക്ക് വെള്ളം വേണ്ടേ? ബീഫും പുട്ടും ഒന്ന് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുവാണേ. Listen guys, as promised, band will be performing super soon. അതുകൊണ്ട് തന്നെ requesting you all to kindly stay back and enjoy the performance. Thank you. ഞാൻ സാധാരണ ബീഫ് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കത്തില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ കണ്ടപ്പം ടേസ്റ്റ് ആയിരിക്കുമെന്ന് തോന്നി. പിന്നെ ക്വാണ്ടിറ്റി ഉണ്ട്, അതുകൊണ്ട് വാങ്ങിച്ച. നോക്കട്ടെ. അടിപൊളി ഗ്രേവി, ഭയങ്കര സൂപ്പറാട്ടോ. പുട്ടുന്നുണ്ട്, പുട്ട് നല്ല രസമാണ്, സോഫ്റ്റ്, അടിപൊളി. ഇനി വെള്ളം മേടിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാതിരിക്കാം. സൂപ്പർ. എനിക്ക് പിടിയും കോഴിയും ബീഫ് കറിയും എല്ലാം ഇഷ്ടപ്പെട്ടു, പുട്ട് ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ്. ഇത് ഓറഞ്ച് ജ്യൂസ്. സൂപ്പറായിരുന്നു, സൂപ്പർ ഫുഡ്. പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, സൂപ്പർ ഫുഡ്, ട്രഡീഷണൽ ഫുഡ്. പക്ഷെ ആരണ് ട്രഡീഷണൽ ഫുഡൊന്നും ഇഷ്ടമല്ല, ആശറിന് ഇഷ്ടം. ആരൺ അത് കാരണം ഇങ്ങനെ ഇരിക്കുക. ആരൺ ഫുഡ് ഫെസ്റ്റിവലിന് വന്ന ഒരു കലം ചോറും തിലോപ്പിക്കറി, തോരൻകറിയും മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടി എന്നിട്ടാണ് വന്നത്. ഞാനൊന്നും കഴിക്കാതെ വന്നത്. ഞാൻ ശരിക്കും ആരൺ ഇനി എന്തെങ്കിലും ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ടേ പോകത്തുള്ളൂ. അപ്പം എന്തെങ്കിലും ബർഗറോ അല്ലെങ്കിൽ ലാസ്റ്റ് ചിലപ്പോൾ വേണ്ടി വരികയില്ല. ആരൻ്റെ വയറ് ഫുള്ളാണ്. ആരൻ കുറേശ്ശെ കഴിച്ചു കേട്ടോ. നടുവേലോട്ട് വെച്ചു. ഇവിടെ ബുക്ക് ചെയ്താലേ നമ്മൾ വീട്ടിൽ വന്ന് പറഞ്ഞു കയ്യെന്ന് വെച്ച് നോക്കിയും മരവിപ്പ് മാറും, പരിപ്പ് മാറും, അതുപോലെ വാതരോഗങ്ങൾ മാറ്റിയെടുക്കാം, വെരിക്കോസ് മാറ്റിയെടുക്കാം. എല്ലാത്തിനും യൂസ് ചെയ്യാവുന്ന കാലിൻ്റെ വെള്ളയിൽ ചെയ്താൽ മതി. ഒന്ന് ഇരുന്ന് ഞാൻ ചെയ്ത് കാണിച്ചു.
ചേച്ചി കാണിച്ചു തരാം. ആർക്കാണുള്ളെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് കാണിച്ചു കൊടുക്കും. ചെരുമുരി കാലിൽ ഇങ്ങനെ കയറ്റി വെച്ച് ഇതുപോലെ. ആ അങ്ങനെ കയറ്റി വെച്ചു. ആ ഏത് കാലാണ് നമ്മള് മെറ്റലിലൂടെ നടക്കുന്നത് ഒരു മെഷീൻ രൂപത്തിൽ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഞരമ്പുകളിലെ ബ്ലോക്കുകളൊക്കെ ഒഴിവാക്കാൻ ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച വരുമ്പോൾ പിന്നെ തടിച്ച് വരും. പിന്നെ 3 വർഷം ഗ്യാരണ്ടിയുള്ള മെഷീനാണ്. ഇല്ല. അതായത് കാൽപാദം എന്ന് പറയുന്നത് നമ്മുടെ നാഡീ ഞരമ്പുകള് സംഗമിക്കുന്നത് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് പോകുന്നത്. കരിമ്പും കാലം ഇനി പാണ്ടി ഇതൊക്കെയാണ് ഈ സൈഡ്. വെർച്വൽ റിയാലിറ്റി VR. കോസ്മെറ്റിക്സ് പിന്നെ ഇത് ഇട്ടുകൊണ്ട് കണ്ടോ. അപ്പൊ മേടിക്കുന്നതിന് ഇട്ടുകൊണ്ട് പറയുന്നത് ഇത് നമുക്ക് ഗോൾഡ് ഗോൾഡ് വേണ്ട അല്ലേ? ഗോൾഡ് വേണ്ട. പിടി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലോട്ട് ഭക്ഷണം പേരൻസിന് കൊടുക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പോകും. ചാച്ചേ ചാച്ചേ കപ്പ ബിരിയാണി, ബീഫ്, പുട്ട്, പൊറോട്ട. അതെ തുറക്ക് സംഭവം തുറക്ക്. അവിടെ കൊണ്ട് വെച്ചു. ഇവിടെ ടേബിൾ ഇല്ലല്ലേ? അവിടെ വെച്ച് പറഞ്ഞു കൊണ്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ടേബിൾ അവിടെ പോയി. ചാച്ചി ഇപ്പൊ എടുത്ത ബൺ പൊറോട്ട വേണ്ട ഈ ചെയർ ഇതോട്ട് കൂടെ വെച്ചു. ഇതെവിടുന്ന് മേടിച്ച്? ഇത് ഈ സാധനം എവിടുന്ന് മേടിച്ച്? കൊള്ളാം. 750. ഓ
ഭയങ്കര കേട്ടാല് ഒരെണ്ണം ബീഫ് കറിയും ഒരെണ്ണം കപ്പ ബിരിയാണി കേട്ടോ. ബീഫ് അടിപൊളിയാ. മേമ യൂട്യൂബ് കാണലായിരുന്നു. അത് ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. വിശുദ്ധന്മാരെ കണ്ടു, അത് കണ്ടോണ്ടിരിക്കുന്നു. അത് കറി ആയിരിക്കും. ആ അത് കപ്പ ബിരിയാണി. ഇത് കപ്പ ബിരിയാണി. ആ ഇത് ബീഫ് കറി. കപ്പ ബിരിയാണിയാണ്. പിന്നെ അതിനകത്ത് പൊട്ടുണ്ടേ. പുട്ട് പിന്നെ ബൺ പൊറോട്ട. എന്നാ അധികം വേണ്ട പുട്ടും പുട്ടും ബീഫും വേണോ? കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് വേണം. ബീഫ് അടിപൊളിയായിരുന്നു. കപ്പ ബിരിയാണിയും കൊള്ളായിരിക്കാം. നീ എന്നാ കഴിച്ചത്? അടിപൊളി. നിങ്ങൾ എന്നാ കഴിച്ചത്? ഞങ്ങള് ഇത് തന്നെ ബീഫും പുട്ടും പിന്നെ മറ്റേ സാധനം ഇനിയുണ്ടോ? അത് ഇവിടെ വീഴും. ഏതാണ്ട് ഒരു പേരുണ്ടല്ലോ. മതിയോ? ഞാൻ മറ്റേ അരിയുണ്ട പോലത്തെ സാധനം വെള്ളം മറ്റേ തേങ്ങാപ്പാലിനകത്തിട്ട് വേവിക്കുന്ന ഒരു സാധനം ഇല്ലേ? ആ പിടി അത് തന്നെ. അതും താറാവ് കറി. താറാവ് ഞാൻ കഴിച്ചില്ല, അമ്മ കഴിച്ചു. താറാവ് എനിക്ക് അലർജി. ബൺ പൊറോട്ടയും കൂടെ തോന്നുന്നുണ്ട്. കഴിഞ്ഞ അവിടുത്തെ അത്രയും വലിയ സുഖമില്ല തവണ. ഫുഡ് ഫെസ്റ്റ് ചാച്ച നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഇപ്പുറത്തെ ഗ്രൗണ്ട് ഇല്ലേ, അവിടെ എന്നാ നല്ല ഹൈടെക് ഫുഡ് മുതൽ ഈ നാടൻ ഫുഡ് വരെ ഉണ്ട്. അതായത് എറണാകുളത്തെ ഒരു ഷവർമാക്കടയുണ്ട്, എൻ്റെ പൊന്നെ അൽത്താസ എന്ന് പറഞ്ഞത്. അമ്മയാണ് ഷവർമ എനിക്ക് മേടിച്ചതില്ല, പക്ഷെ അത് അടിപൊളി അൽത്താസ. എറണാകുളത്തെ അല്ല കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഷവർമാക്കടയാണ്. സുമേറ്റിയോ കണ്ടില്ല? ഞങ്ങളുടെ സ്കൂളിലെ അവരെയൊക്കെ ഉണ്ട്. അത് ബൺ പൊറോട്ട, ഒറ്റ പൊറോട്ട വേണം, 2 പൊറോട്ട. അത്രയും തടി ഉള്ള. ഞാൻ പോട്ടെ ചാച്ചേ, ടാറ്റാ. പോണേ, ടാറ്റാ, ബൈ ഗായ്സ്.